എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് അവൽ കൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഇത് കഴിക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് പച്ചക്കറികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഈ ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് 2-3 പ്രാവശ്യമായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അവൽ കഴുകുന്നത് 2 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, അവലിൽ ഒരു തരം വെളുത്ത പൊടിയുണ്ട്, അതൊന്ന് കഴുകിക്കളയാം. രണ്ടാമത്, ഇത് നന്നായിട്ടൊന്ന് കുതിർന്നും കിട്ടും. കഴുകിയെടുത്ത അവൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് 1 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ റവ വറുത്തെടുത്ത റവയാണ്. 1/2 കപ്പ് അധികം പുളിക്കാത്ത തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ട് കിട്ടും. 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ കൂട്ടുകളൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. 3 പച്ചമുളക് അകത്തെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് അകത്തെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 കപ്പ് തേങ്ങ ചിരകിയത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്തുണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണിത്. വെള്ളം കുറച്ച് ചേർത്ത് അട പോലെ ഇത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ദോശ പോലെയും ചുട്ടെടുക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് നല്ല ടേസ്റ്റായിട്ട് വരും. ദോശക്കല്ലിലേക്ക് ഇവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിനി ദോശക്കല്ലിൽ ഒഴിച്ച് ചുട്ടെടുക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഷേപ്പിലും വലിപ്പത്തിലും ഇത് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. നേരത്തെ കുറച്ച് വെജിറ്റബിൾസ് മുറിച്ചത് മാറ്റി വെച്ചിരുന്നു. അത് ഇതിന് മുകളിലായിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിനി ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയാൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.